വെൽക്കം ബാക്ക് ടു റിഫ്നസാജിത് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്ന് ഒരു ഫ്രൈഡേ വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഉമ്മ സ്പെഷ്യൽ ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കണതും പിന്നെ അതിനുശേഷം ഇന്ന് നമ്മൾ പുറത്ത് പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഷാർജയിലേക്ക്. അപ്പോൾ ഒരു കസിൻ്റെ അടുത്ത് പോകണം, പിന്നെ വേറെയും കുറച്ച് പരിപാടീസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു കുട്ടി വ്ലോഗ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇപ്പോൾ കുറച്ചായിട്ട് വീഡിയോസ് കാണുന്നവർക്ക് അറിയണ്ടാവും, നമ്മൾ നെയ്മീൻ പാരാന്ന് പറഞ്ഞിട്ടുള്ള മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് റോസ്റ്റ് ഉണ്ടാക്കുന്നതും അതുപോലെ ഫിഷ് മോളി ഉണ്ടാക്കുന്നതൊക്കെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതല്ലാണ്ട് അത് വെച്ചിട്ട് ഈ ഒരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയപ്പോഴാണ് അതിൻ്റെ എക്സാക്ട് ടേസ്റ്റ് വന്നത് കേട്ടോ. കാരണം ഭയങ്കരമായിട്ട് അതിൻ്റെ ഫ്ലേവറൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയതിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയത് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. കൂടെ നല്ല അടിപൊളി അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള അച്ചാറാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ അതേ 2 ബേബീസിനെയും ഉറക്കിയിട്ടുണ്ട് കേട്ടോ, തൊട്ടിയിൽ എടുത്തിട്ട്. അപ്പോൾ രണ്ടാളും നല്ല ഉറക്കത്തിലാണ്. ഞാനും കുറച്ച് ടൈമൊന്നും ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ട് കിടക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ടൈം എന്ന് പറയുമ്പോൾ ഒരു 2:30 ഒക്കെ ആവാനായിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5:30 ആകുമ്പോഴത്തേക്കും എല്ലാവരും റെഡിയായി നിന്നോ, നമുക്ക് പുറത്ത് പോകാമെന്നുള്ള രീതിയിൽ. അപ്പോൾ കുറച്ച് ടൈം ഒന്ന് ഉറങ്ങി എണീക്കാമെന്ന് വിചാരിച്ച് പിന്നെ എണീച്ചപ്പോൾ ഇതേ ഞങ്ങളെല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഇക്കുനെ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കണ്ട. ഇക്കുനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ പണി കിട്ടി. ഹെഡ്ലൈറ്റ് എന്തോ കംപ്ലൈൻ്റ് ആയിട്ട് അത് കാണിക്കാൻ വേണ്ടിയിട്ട് പോയിക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാറായിട്ട് വരാം എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം പോസ്റ്റായിട്ട് വെയിറ്റ് ചെയ്ത് നിന്നു. അതിനുശേഷം ഇതേക്ക് വന്ന് പിന്നെ നമ്മൾ ഷാർജ വരെ പോവല്ലേ. അപ്പോൾ നമ്മൾ ചിപ്സും ജ്യൂസും ഒക്കെ വാങ്ങിച്ചിട്ട് അതൊക്കെ കുടിച്ചിട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒരു അൽവഹ ഷോപ്പിംഗ് സെൻറ്റർ ഉണ്ട് അജ്മാനിൽ, അവിടേക്കാണ് നമ്മൾ വന്നേക്കുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ വേറെ സലീം ഷോപ്പിംഗ് സെൻറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കടകളുണ്ട്. ഇവിടെ മെയിൻലി അബായാസ് ആണ് ഉള്ളത്, അല്ലാണ്ടുള്ള ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഉമ്മാക്ക് അബായ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഒരുപാട് ഷോപ്പുകളുള്ള കാരണം നമുക്ക് ആകെ കൺഫ്യൂഷനായിട്ടാണ്. നമ്മളിങ്ങനെ ഒരു 4-5 ഷോപ്പൊക്കെ മാറി മാറി കയറി നോക്കി നല്ല അബായ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് അബായയുടെ കളക്ഷൻസ് ഉണ്ട്. നമ്മളപ്പോൾ അതിൽ നിന്ന് 2-3 അബായൊക്കെ എടുത്ത് അതിനുശേഷം പിന്നെ എനിക്ക് വീട്ടിലിടാൻ ഡ്രസ്സുകൾ നോക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എല്ലാ ടൈപ്പ് സംഭവങ്ങളും ഉണ്ട് കേട്ടോ. ബാഗ്, ചെരുപ്പ്, ഷൂ, ഓർണമെൻറ്റ്സ്, പിന്നെ ഡ്രസ്സുകൾ എല്ലാം ഉണ്ട്, ചുരിദാർ മെറ്റീരിയൽസൊക്കെ. പക്ഷെ നമുക്ക് എല്ലാതും നോക്കി തിരഞ്ഞ് നടക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. അയിൻ ബേബി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ പോയി അവനെ ഫീഡൊക്കെ ചെയ്ത് വന്ന് അതിന് ശേഷമാണ് ബാക്കി ഷോപ്പിംഗ് കണ്ടിന്യൂ ചെയ്തത്. അതുമാത്രമല്ല, നമ്മൾ ഓൾറെഡി വൈകുന്നേരമല്ലേ ഇറങ്ങിയത്. പിന്നെ നമുക്കിനി ഷാർജയിൽ പോകണം, അവിടെ ചിംതാത്താടെ അടുത്ത് പോകണം, അങ്ങനെയുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇനി ലേറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ ഇവിടെ ഒരു ഷോപ്പ് കണ്ടപ്പോൾ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാനായിട്ടുണ്ട്. ഹലോ ബേബീസ്, എന്താ ചെയ്യാ? ചിപ്സ് തിന്നണുണ്ടാ? എവിടുന്ന് ചിപ്സ് കിട്ടി ബേബിക്ക്? പാപ്പ വാങ്ങിച്ചു തന്നതാ? ഞങ്ങൾ ഈ ഒരു ഷോപ്പിൽ വന്നപ്പം 7 പീസ് എടുത്തതിനാൽ 100 ദിറംസ് എന്ന് കണ്ടിട്ടാ. അപ്പം ഞാൻ ഇവിടുന്ന് വീട്ടിലിടാനുള്ള കുറച്ച് ടോപ്സും പലാസോ പാൻറ്റൊക്കെ ആയിട്ട് അങ്ങനെ ഒരു 7 പീസ് എടുത്ത്. അങ്ങനെ പിന്നെ നമ്മൾ ലേറ്റ് ആക്കാൻ നിന്നില്ല. പിന്നെ അവിടെ നിന്ന് നേരെ ഷാർജയിലേക്ക് പോയി ചിന്നുമ്മയുടെ വീട്ടിൽ പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. ഇതാതും വയറും എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഞങ്ങൾ വരാൻ വേണ്ടിയിട്ട്. നമ്മൾ ആ ഒരു ഷോപ്പിംഗ് സെൻറ്ററിൽ പോയപ്പോൾ അവിടുന്ന് ടൈം പോയതേ അറിഞ്ഞില്ല. നമ്മൾ കുറച്ചൊന്ന് നോക്കുമ്പോഴത്തേക്കും കുറേ സമയം പോകും. അപ്പോൾ അവിടെ പോണവരൊക്കെ നേരത്തോട് കൂടിയിട്ട് രാവിലെയൊക്കെ പോവുക. രാവിലെയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ, സാവധാനം തിരഞ്ഞ് സംഭവങ്ങളൊക്കെ സെലക്ട് ചെയ്യാം. അപ്പോൾ റേറ്റ് കുറവിന് നല്ല അടിപൊളി ഐറ്റംസൊക്കെ അവിടെ കിട്ടും കേട്ടോ. അപ്പോൾ അവിടുന്ന് ഷോപ്പിംഗ് ചെയ്തിട്ടുള്ളവർ കമൻറ്റ് ചെയ്യും. നമ്മൾ ഫസ്റ്റ് ടൈമാണ് അവിടെ പോയിട്ടുണ്ടായിരുന്നത്. പോയപ്പോൾ തന്നെ നല്ല ഇൻട്രസ്റ്റ് ആയിട്ടാണ്, കുറേ സംഭവങ്ങൾ കിട്ടി. ഒന്നും കൂടിയും നമുക്ക് ടൈം കിട്ടിയിരുന്നെങ്കിൽ വേറെ കുറേ ഐറ്റംസ് വാങ്ങായിരുന്നു എന്നൊക്കെ തോന്നി. അങ്ങനെ ഇതേ ഇവിടെ എത്തിയിട്ട് എല്ലാവരും ഭയങ്കര കളിപ്പിക്കലാണ് ബേബീനെ. അയിൻ ബേബി ഇതേ ഇവിടെ കിടക്കുന്നുണ്ട്, നല്ല ഗുഡ് ബോയ് ആയിട്ട് അവരായിട്ട് ചിരിച്ച് കളിച്ചിട്ടൊക്കെ എടുക്കുന്നുണ്ട്. അവനും നല്ല ഹാപ്പിയായി അവരൊക്കെ കണ്ടപ്പോൾ. പിന്നെ റുവ ബേബി ആണെന്നുണ്ടെങ്കിലും അവരൊക്കെ കണ്ട് സെറ്റായി പിന്നെ അവരെ കൂടെ ഒക്കെ കളിക്കാൻ തുടങ്ങിയിട്ടാ.
റുവ വീഴുവേ. റുവാക്ക് ഇതിനെ വേണോ? ഡോഗിനെ വേണോ? റുവ വിളിക്കണോക്കെ ഇന്നെ വിളിക്കണില്ലേ റുവ? അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ ചിന്നുമ്മ നല്ല അടിപൊളി മാംഗോ ജ്യൂസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കുടിച്ച് പിന്നെ ഇതേ ഫുഡ് കഴിക്കണ ടൈമായപ്പോൾ പിന്നെ ഫുഡ് എടുത്തിട്ടാ. അപ്പോൾ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും അതേപോലെ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് അതൊക്കെ കഴിച്ച് അനുക്ക കുറച്ച് ടൈമൊക്കെ ഞങ്ങളെ വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ വരുന്നേ കാത്തിട്ട്. പിന്നെ ഡ്യൂട്ടിക്ക് പോകാനുള്ള ടൈമായപ്പോൾ അങ്ങനെ പോയിട്ടാണ്, നമ്മൾ ലേറ്റ് ആവുകയും ചെയ്തല്ലോ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ചിക്കൻ ഫ്രൈ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ റെസിപ്പിയൊക്കെ ചോദിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ അതേ റുവ ബേബിക്ക് ടി വിയിൽ ഡോറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, വർത്താനൊക്കെ പറഞ്ഞിരുന്ന് കുറച്ച് ടൈം. പിന്നെ അതേ ചിന്താത്താടെ സ്പെഷ്യൽ മാംഗോ പുഡിങ് കൊടുന്നു. അങ്ങനെ അത് ട്രൈ ചെയ്ത് നോക്കിയപ്പോഴാണെന്നുണ്ടെങ്കിലോ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആ ഒരു മാംഗോൻ്റെ ടേസ്റ്റ് ഭയങ്കര, അതിൻ്റെ ഫ്ലേവർ ഇങ്ങനെ എടുക്കണുണ്ടായിരുന്നു ആ പുഡിങ്ങിൽ. അങ്ങനെ അതൊക്കെ ആസ്വദിച്ച് ഇരുന്ന് കഴിച്ച് അതിനുശേഷം പിന്നെ നമ്മൾ കുറച്ച് ടൈം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങണത്. ചിന്താത്ത കുറേ ആയി പറയണത് നമ്മളോട് അവിടെ നിൽക്കാൻ വരാൻ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളവിടെ പോയപ്പോൾ അവിടെ നിന്നിട്ട് നെക്സ്റ്റ് ഡേ പോവാന്നൊക്കെ പറഞ്ഞ്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇക്കൊന്ന് ഡ്യൂട്ടി ഉണ്ട്, പിന്നെ അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉള്ള കാരണം കൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച്. അങ്ങനെ കുറച്ച് ടൈം ഇതേ ചിന്നുമ്മ അയിൻ ബേബീനെ ഇരുന്ന് കളിപ്പിക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വീഡിയോ ഓൺ ആക്കിയപ്പോൾ പിന്നെ അവൻ ചിരി നിർത്തി. റുവ ബേബി ഇതേ ഇവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ നമുക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച്, ഇനി ലേറ്റ് ആക്കണ്ട വെച്ചാൽ ഓൾറെഡി നമ്മൾ 11:30 ഒക്കെ ആയി തോന്നുന്നു, 11 മണി കഴിഞ്ഞ് ഇറങ്ങണ ടൈമിൽ. ആക്ച്വലി ഞങ്ങൾ നാട്ടിൽ പോകാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ ഈ മന്ത് നമ്മൾ പോകൂട്ട. അതിന് മുന്നായിട്ട് നമുക്ക് ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മൾ വന്നത്. അപ്പോൾ കുറച്ച് ഐറ്റംസ് ആയിട്ട് നമ്മൾ പർച്ചേസിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി പർച്ചേസിങ് വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഞാനിടുന്നതിൽ എങ്ങനത്തെ ടൈപ്പ് വ്ളോഗ് കാണാനാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളതും കൂടി കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ, ടേക്ക് കെയർ.